ഇങ്ങനൊരു അപകടം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചൊരു ദുആയുണ്ട്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമാ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത് വഖിനാ ശർറ മാ ഖളൈത് വഖിനാ ശർറ മാ ഖളൈത്. ഞാൻ പറയട്ടെ, പിലാങ്കട്ടയിലുള്ള ആ ചെറുപ്പക്കാരുടെ 2 മക്കൾ മരിച്ചുപോയപ്പോഴാണ് വീട്ടിലാരുമില്ലാത്ത സമയത്ത്, പെണ്ണുങ്ങളൊക്കെ അടുക്കളയുണ്ടാകുന്ന സമയത്ത് ആ ഒരു കിണറ്റിന്റെ മുകളിലേക്ക് കയറി ഊഞ്ഞാലാടുന്നത് പോലെ അതിന്റെ നെറ്റിൽ കയറി ഊഞ്ഞാലാടിയത് ആളുകൾ അറിഞ്ഞില്ല. അവിടെ മെറ്റലൊരുമിച്ച് കൂടുമ്പോ ഇങ്ങനൊരു ദുരന്തം ഇവിടെ ഉണ്ടാകുമെന്ന് അവർ കരുതിയിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു അപകടം നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരാതിരിക്കാൻ, നമ്മുടെ നാട്ടിലേക്ക് വരാതിരിക്കാൻ 2 ആയുധങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹുവിന്റെ ഖലാഅ് മാറ്റാൻ പറ്റുന്ന ഖലാഅുകളുണ്ട്. അല്ലാഹു ഒരു ഖലാഅ് വിധിച്ചാൽ, അല്ലാഹു ഒരു വിധി വിധിച്ചാൽ ആ വിധിയെ മാറ്റിമറിക്കാനുള്ള ആയുധങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആയുധം എന്നറിയോ? ഒന്ന് ദുആയാണ്, ഒന്ന് പ്രാർത്ഥനയാണ്. ലാ യറുദ്ദുൽ ഖദ്റ ഇല്ല ദുആ. ദുആ ചെയ്താൽ ഏത് ഖദ്റിനെയും മാറ്റിമറിക്കാൻ പറ്റും. അല്ലാഹു ഒരു തീരുമാനം വെച്ചാൽ, അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഒരു അപകടം ഉണ്ടാവാനുള്ള തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ മാറ്റിമറിക്കാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഏതുവരെ എന്നറിയുമോ? ഒരു ആക്സിഡന്റ് വരാൻ 45-ാമത്തെ വയസ്സില് ആക്സിഡന്റ് പറ്റി മരിച്ചു പോകാനാണ് അല്ലാഹുവിന്റെ തീരുമാനമാണെങ്കിൽ ആ ചെറുപ്പക്കാരൻ 25-ാമത്തെ വയസ്സ് മുതൽ സുബ്ഹി നിസ്കാരത്തിന് മുന്നേ എണീറ്റുകൊണ്ട് ഉളൂ ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ച് 2 കരങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്യാറുണ്ട്. വഖിനാ ശർറ മാ ഖളൈത് വഖിനാ ശർറ മാ ഖളൈത് വഖിനാ ശർറ മാ ഖളൈത്. അല്ലാഹുവേ ശർറായ വിധിയിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാഹ്. ശർറായ വിധിയിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാഹ്. ശർറായ വിധിയിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാഹ്. എനിക്ക് നല്ലതും ശർറും ഖൈറും നീ വിധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ശർറായ ഖലാഇൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, മാരാരോഗങ്ങളിൽ നിന്ന്, കടക്കണിയിൽ നിന്ന്, മക്കളെ മരിച്ചു പോകുന്നതിൽ നിന്ന്, ഇതുപോലെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് എന്നെ കാക്കണേ എന്നുള്ള ദുആ എല്ലാവരും എല്ലാ നിസ്കാരശേഷവും ആവർത്തിക്കണം. ഒരു സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ദുആ ചെയ്യണം. വഖിനാ ശർറ മാ ഖളൈത്. ദുഹർ നിസ്കാരം കഴിഞ്ഞാലും, അസ്ർ നിസ്കാരം കഴിഞ്ഞാലും, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലും, ഇശാ നിസ്കാരം കഴിഞ്ഞാലും സർവശക്തനായ ജഗന്നിയന്താവായ സർവലോക പരിപാലകനായ അല്ലാഹുവിലേക്ക് കൈയുയർത്തിക്കൊണ്ട് ദുആ ചെയ്യണം. വഖിനാ ശർറ മാ ഖളൈത്. അല്ലാഹുവേ ശർറായ വിധിയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് അല്ലാഹു കാക്കുമാറാവണേ. വഹുവ യസ്തരിഉ മഅൽ ബലാ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരാൻ വേണ്ടി അല്ലാഹു കരുതിയിട്ടുണ്ടെങ്കിൽ ആ അപകടവുമായി ഒരു മൽപിടുത്തം നടത്തും, ഒരു ഫൈറ്റ് നടത്തും. എന്നിട്ട് അപകടത്തെ തോൽപ്പിച്ച് ദുആ വിജയിക്കുമെന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞല്ലോ. 45-ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡന്റ് പടച്ചോൻ കരുതിയിരിക്കുകയാണ്. ഈ ആക്സിഡന്റ് എന്ന് പറയുന്ന റബ്ബിന്റെ ശർറായ വിധിയുമായി നമ്മുടെ ദുആ ഒരു ഫൈറ്റിംഗ്. ജീവിതത്തിൽ വരാനിരിക്കുന്ന അപകടങ്ങൾ അഥവാ നമ്മളിങ്ങനെ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് മകൻ അല്ലെങ്കിൽ നമ്മുടെ മകൾ ബക്കറ്റിൽ വീണ് മരിക്കുന്നത്. ഈ അടുത്തൊരു വാർത്ത വായിച്ചു. ബക്കറ്റിൽ നിറയെ വെള്ളം നിറച്ചിട്ട് സർഫക്സൽ എടുക്കാൻ വേണ്ടി ഉമ്മ അകത്തേക്ക് ചെന്നതാണ്. സർഫക്സൽ എടുത്ത് ഉമ്മ പുറത്തേക്ക് വരുമ്പോൾ തല കീഴായി ബക്കറ്റിൽ വീണുകൊണ്ട് മരിച്ചു കിടക്കുന്ന പൊന്നുമോ. എങ്ങനെയാണ് ഇതൊക്കെ ഒരു ഉമ്മാക്ക് സഹിക്കാൻ പറ്റുക? എങ്ങനെയാണ് ഒരു ഉമ്മാക്ക് ഇതൊക്കെ സഹിക്കാൻ പറ്റുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ ഇങ്ങനെ ഒരു അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തേക്ക്. വഖിനാ ശർറ മാ ഖളൈത്. അല്ലാഹുവേ ശർറായ വിധിയിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാഹ്. അല്ലാഹു കാക്കുമാറാവട്ടെ. ഇത് ഒന്നാമത്തെ ആയുധമാണെങ്കിൽ, രണ്ടാമത്തെ ആയുധം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അസ്സദഖതു റദ്ദുൽ ബലാ.
ജീവിതത്തിൽ പരീക്ഷണങ്ങളാണ്. മനുഷ്യനെ പടച്ചവൻ സൃഷ്ടിച്ചത് തന്നെ പരീക്ഷിക്കാനാണ്. ആ പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ നമ്മൾക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് പരീക്ഷണം വരാതിരിക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്തുകൊണ്ട്, രണ്ട് സ്വതക്ക കൊടുത്തുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യ്. അതുകൊണ്ട് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക്, സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുമ്പോ ഇന്നത്തെ സ്വതക്ക എന്തിനു വേണ്ടിയായിരിക്കണം? അല്ലാഹുവേ, എന്റെ മരണം വരെ എന്റെ ജീവിതത്തിൽ ശർറായ വിധി നീ എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഞാൻ നല്ലൊരു തുക കൊടുക്കുകയാണ്. പള്ളി നിർമ്മിക്കുന്നുണ്ട്, മനോഹരമായ പള്ളി നമ്മുടെ പെരടാല ജാറം മക്കാമിനോടനുബന്ധിച്ച് ഇവിടെ പകുതിയിലാണ്. ആ പള്ളിക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് എന്റെ വക ഒരു 2000 രൂപ ഞാൻ നൽകുകയാണ് റബ്ബേ. 1000 രൂപ ഞാൻ ഇതാ ബക്കറ്റിലിടുകയാണ്. ഈ സ്വതക്ക കാരണം, പള്ളിയിലേക്ക് ഞാൻ നൽകുന്ന ഈ ഒരു സ്വതക്ക കാരണം അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ശർറായ വിധികൾ നീ എന്തെങ്കിലും ഒന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ആയുധമായ സ്വതക്ക നൽകുകയാണ്. രണ്ടാമത്തെ ആയുധമായ ദുആ. അല്ലാഹുവേ, ഈ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് എന്റെ ജീവിതത്തിലെ ശർറായ വിധികളെ നീ തടുക്കണേ എന്ന് പറഞ്ഞിട്ടൊരു 1000-ഓ 2000-ഓ 500-ഓ നമ്മളുടെ കയ്യിലുള്ളത് പ്രത്യേകിച്ചിട്ട് പെണ്ണുങ്ങൾ ബക്കറ്റിലിട്ട് കൊടുക്കുക. നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ സ്വന്തമാക്കിയ നിങ്ങളുടെ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അപകടങ്ങൾ എനിക്ക് തരരുത്, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ തരരുത്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെയുള്ള അസുഖങ്ങൾ തരരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബക്കറ്റിലേക്ക് ഇടുക. അല്ലാഹു ഇൻഷാ അല്ലാഹ് മരണം വരെ നമ്മൾക്കൊരു അപകടം നൽകൂല. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആണുങ്ങൾ അങ്ങനെ തന്നെ, ഒരു പക്ഷെ ബക്കറ്റ് വരും, അല്ലെങ്കിൽ മുസാഫത്ത് ആയിരിക്കും. എന്തായാലും ആ പഴയ 10ഉം 20ഉമായിട്ട് വേണ്ട, 10-20ന്റെ സംവിധാനം നിർത്തി 500, 1000, 2000 ഒക്കെ നൽകുന്ന രീതിയിലേക്ക് മാറണം നമ്മൾ. വലിയൊരു പിരിവ് കൈപൊക്കിയിട്ടൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പള്ളി ഇവിടെ പകുതി പണിയിലാണ്. അതുകൊണ്ട് പള്ളിയുടെ ആ ഒരു വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന നല്ലൊരു തുക നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ മുസാഫഹത്താണെങ്കിൽ മുസാഫഹത്ത്, ബക്കറ്റിലാണെങ്കിൽ ബക്കറ്റ്. പക്ഷെ നീയത്ത് എന്താണ്? അല്ലാഹുവേ, നമ്മളറിയാതെ എന്തെങ്കിലും ഒരു ശർറായ വിധി നീ നമ്മൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ കാക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇപ്പൊ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, എന്ത് കേൾക്കണം നമ്മൾ? ഇനി പോവരുത്, ഇനി ബഹുമാനപ്പെട്ട നജ്മുദ്ദീൻ തങ്ങൾ വരാൻ. ഇനി ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പോകാനുള്ള സമ്മതമൊക്കെ ഉണ്ടായിരുന്നു, ഇനി നിങ്ങൾ പോവരുത്, എൻ്റെ സമയം അതിക്രമിക്കാൻ പോവാണ്. നജ്മുദ്ദീൻ തങ്ങൾ വരാണ്. അപ്പോൾ മൂപ്പര് വന്ന് ദുആ ചെയ്ത് ദുആക്ക് നേതൃത്വം നൽകി, എന്നിട്ട് നമ്മൾക്ക് പോവാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നിട്ട് ഒന്നൊരു വിശ്രമിക്കാൻ വേണ്ടി, റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒന്ന് എണീറ്റിക്ക് എല്ലാവരും. എണീറ്റിക്കല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا لا إله ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസില, അല്ലാഹു ഒരാൾക്ക് ഉന്നതമായ സ്ഥാനം നൽകാൻ ഉദ്ദേശിച്ചാൽ, ഇനി അവിടെ ഇരിക്കുന്ന ആൾക്കൊക്കെ ഇവിടെ ഇരുന്നൂടെ? ഒരാളുകൾ പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിർത്തിച്ചത്. അത് എണീറ്റ് പോകുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര മടിയുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ എണീറ്റ് പോവാൻ? ഒന്ന് എണീറ്റ് നിർത്തിക്കുമ്പോൾ നല്ല ഇടയിലൂടെ ഇങ്ങനെ പോവാം. അതുകൊണ്ട് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നിർത്തിച്ചത്. എന്താ വെച്ചാൽ ഈ പ്രസംഗം കേൾക്കാൻ വരുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ കയറായിരിക്കും, അവർക്ക് പെട്ടെന്ന് വീട്ടിലെത്താനുണ്ടാകും. എന്നാൽ പിന്നെ ഇവിടെ ഇരുന്നതിന് ശേഷം എണീക്കാനൊരു മടിയുണ്ടാവും ചില ആളുകൾക്ക്. എങ്ങനെ ഇപ്പോൾ പോവാൻ? അപ്പൊ അവർക്ക് ഈ വേളാണെങ്കിൽ ഇന്ന് ഉൾക്കൊള്ളാനും കഴിയില്ല. ചിന്ത മുഴുവനും വീട്ടിലായിരിക്കും. നമ്മൾക്ക് മുഴുവനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകൾ ഒരു 10 ആൾ മതി. നമ്മൾ തീരെതാണ്, കുറെ ആൾ വേണമെന്നില്ല. പരിപാടി ഉൾക്കൊള്ളാൻ പറ്റുന്ന, വാല് പകർത്താൻ പറ്റുന്ന ഒരു 10 ആൾ മതി. അവർ തുടക്കം മുതൽ ഒടുക്കം വരും. അതുകൊണ്ട് ആ ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്കൊന്ന് ഇരിക്കും. വെറുതെ എന്തിനാ ഡിസ്കിന് തകരാറാക്കുന്നത്? നമുക്ക് ഏതായാലും ഇരുന്നിട്ട് വേല പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ ഇത്ര ചെറുപ്പത്തിലേ ഇരുന്നിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയോ? ഒട്ടുവേദന നമുക്കൊക്കെ എടുക്കുന്നുണ്ട്, മനസ്സിലായാലും. എല്ലാ ദിവസവും ഈ സമയത്ത് 2-3 മണിക്കൂർ നിൽക്കൽ തന്നെയാണ്. നമ്മൾക്ക് ഏതായാലും ഇരിക്കാനൊരു അവസരം ഇല്ലാഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് അവസരമുണ്ട്, കസേരയുണ്ട്, അതുകൊണ്ട് ഇന്നിട്ട് ഇരിക്കും. വെറുതെ നടുവിനൊന്നും വേദനിപ്പിക്കണ്ട ഇൻഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ, ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അള്ളാഹു സ്വർഗത്തിന്റെ ഉന്നതമായ തട്ട് നൽകാൻ ഉദ്ദേശിച്ചു. പക്ഷെ അയാളുടെ ജീവിതം എന്ത്? അയാളിങ്ങനെ പാമ്പരേഖത്തുനിന്ന് കഞ്ചാവടിച്ച് ഇങ്ങനെ ഉപചരിക്കത്തൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. കഞ്ചാവടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ ഉപചരിക്കയില്? പണ്ട് 6ാം ക്ലാസ് വരെ സ്കൂൾ പഠിച്ചാണ്. അതിനുശേഷം പിന്നെ സ്കൂളുമായ ചെറുപ്പക്കാരായിട്ട് ബന്ധമില്ല, അതുകൊണ്ട് അറിയില്ല. അതുകൊണ്ട് അതിന്റെ വിഷയം എനിക്കറിയില്ല, അതൊന്നും ചോദിക്കാൻ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടാവൂല എന്ന് ഞാൻ കരുതാണ്. അല്ലാഹു നല്ല ചെറുപ്പക്കാരാക്കി നമ്മുടെ ചെറുപ്പക്കാരെ അല്ലാഹു മാറ്റുമാറാവട്ടെ. ഇദാ സബഖത് ലഹു മൻസില, സ്വർഗ്ഗത്തിൽ ഉന്നതമായൊരു തട്ട്. അമ്പിയാക്കളും സഹാബാക്കളും രക്തസാക്ഷികളും ഒക്കെ ഒരുമിച്ച് കൂടുന്ന സ്വർഗ്ഗത്തിന്റെ ഫിർദൗസ് എന്ന തട്ട് അല്ലാഹു ഒരാൾക്ക് നൽകാൻ ഉദ്ദേശിച്ചാൽ, ഫലം യബ്ലുഗ്ഹാ ബിഅമലിൻ, പക്ഷേ നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ സദഖ കൊണ്ടോ അയാൾ അവിടേക്ക് എത്തിയില്ല. സ്വർഗത്തിന്റെ ഉന്നതമായ തട്ട് ലഭിക്കണമെങ്കിൽ ഒരുപാട് അധ്വാനം വേണ്ട. അയാൾ ഇവിടെ അധ്വാനിക്കുന്നില്ല. എന്നാൽ പിന്നെ എങ്ങനെയാണ് അവിടെ എത്തുക? അല്ലാഹു ഇവിടെ എത്തുമെന്ന് എഴുതി വെച്ചിരിക്കുകയാണല്ലോ. ഇയാൾ ജന്നാത്തുൽ ഫിർദൗസിന്റെ ആളാണെന്ന്, സ്വർഗത്തിന്റെ ഉന്നതമായ തട്ടുകാരനാണെന്ന് അല്ലാഹു തീരുമാനിച്ചിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് അവിടെ എത്തിപ്പെടുക? നബിതങ്ങൾ പറയാണ്, ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി, അവന്റെ ശരീരത്തിൽ അല്ലാഹു പരീക്ഷിക്കും. എങ്ങനെ? മാരകമായ രോഗം നൽകും, ക്യാൻസർ നൽകും. അയാൾ അമലൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഉന്നതമായ തട്ടയാൾക്ക് വേണം. ക്യാൻസർ പിടിച്ചോ? പക്ഷെ ഒരു കാര്യം, രോഗം വന്നു, മാരകമായ രോഗം വന്നു, അത് ക്ഷമിച്ചില്ലെങ്കിൽ അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരൂല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് 7 വർഷമായി പല്ലുവേദനയാണ്. 7 വർഷമായി പല്ലുവേദനയാണ്. ആ പല്ലുവേദനയെ കുറിച്ച് മഹാനായ സിദ്ദീഖ് തങ്ങൾ നബി തങ്ങളോട് പറഞ്ഞിരുന്നില്ല. കേൾക്കുന്നുണ്ടോ? നമുക്കൊരു പനി വന്ന അപ്പൊ പിന്നെ ഗൾഫിലേക്ക് മക്കൾക്കും വിളിച്ചു, പെമ്മക്കൾക്കും വിളിച്ചു, പെങ്ങന്മാർക്കും വിളിച്ചു, ആങ്ങളമാർക്ക് എല്ലാവർക്കും വിളിച്ചിട്ട് എനിക്ക് പനിയാണ്, എനിക്ക് സുഖമില്ല, എനിക്ക് കഴിയുന്നില്ല. ഇതാണ് നമ്മുടെ സ്വഭാവം. ഒരു പനി വരുമ്പോ, ഒരു തലവേദന വരുമ്പോ, ഒരു നടുവേദന വരുമ്പോ നാട്ടുകാരൊക്കെ അറിയിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ പാപം പൊറുക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം 7 വർഷമായി പല്ലുവേദന. നബിതങ്ങളോട് പറയാമായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. നബിതങ്ങളോട് പറയാമായിരുന്നു തന്റെ പല്ലുവേദനയെ കുറിച്ച്, പക്ഷേ നബിതങ്ങളോടും പറഞ്ഞില്ല. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, സിദ്ദീഖ് തങ്ങളോട് സലാം പറയണം, സിദ്ദീഖിനോട് സലാം പറയണം, എന്നിട്ട് ചോദിക്കണം, നിങ്ങളുടെ അസുഖം മാറിയിട്ടുണ്ടോ, നിങ്ങളുടെ അസുഖത്തിന് ശിഫ ലഭിച്ചിട്ടുണ്ടോ എന്ന് സിദ്ദീഖ് തങ്ങളോട് ചോദിക്കാൻ അല്ലാഹു പറഞ്ഞേക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ. നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖ്, ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങയോട് സലാം പറയുകയാണ്. എന്നിട്ട് അല്ലാഹു ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പല്ലുവേദന മാറിയിട്ടുണ്ടോ? എന്തു വേദനയായിരുന്നു? പല്ലുവേദന. എന്ന് തുടങ്ങിയതാ 7 വർഷമായി നബിയെ, പിന്നെ എന്നോട് പറയാത്തത്?
കൈഫ അസ്തകീ അനിൽ ഹബീബ് ഇലൽ ഹബീബ്. കേൾക്കൂ എന്റെ സഹോദരിമാരെ, കേൾക്കൂ എന്റെ സഹോദരങ്ങളെ, എന്റെ രക്ഷിതാക്കളെ. 7 വർഷമായി പല്ലുവേദന എന്റെ കരളിന്റെ കഷ്ണമായ എന്റെ ഹബീബിന്റെ നിഴലായ സിദ്ദീഖ് തങ്ങൾ നബി തങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്തേ പറയാതിരിക്കാനുള്ള കാരണം? കൈഫ അഷ്കൂ അനിൽ ഹബീബ് ഇലൽ ഹബീബ്. നബിയേ, അല്ലാഹു എനിക്ക് തന്ന രോഗം, ആ രോഗത്തെ ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പരാതി പറയുക? അല്ലാഹു തന്ന രോഗമല്ലേ, ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് ഇത് പരാതി പറയാ? എന്റെ സ്നേഹിതനായ അല്ലാഹു എനിക്ക് തന്ന രോഗത്തെ മറ്റൊരു സ്നേഹിതനോട് ഞാൻ എങ്ങനെയാണ് പറയുക? അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു സഹാബി വനിതയുടെ സമീപത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ആ പെണ്ണിങ്ങനെ പുരുപുരുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്നിട്ട് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരു പെണ്ണ് ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുക. എന്തിനാണ് പെണ്ണെ ഇങ്ങനെ പിറുക്കുന്നത്? എന്തിനാണ് പെണ്ണെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? നബി തങ്ങൾ ചോദിച്ചു. പനി ബാധിച്ചിങ്ങനെ കിടക്കുന്ന പെണ്ണിനോട് പിറുപിറുത്തുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കി കൈക്കുടഞ്ഞ് അട്ടഹസിച്ച് ഇങ്ങനെ വേവനാദികളും ആപനാദികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സഹാബി വനിതയോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, മാലക്കി തുസഫ്സഫീൻ, എന്തിനാണ് ഇങ്ങനെ പിറുപിറുക്കുന്നത്? അപ്പോഴാണ് ആ സഹോദരി പറഞ്ഞത്, അൽ ഹമ്മാ ലാ ബാറകല്ലാഹ്, ഒരു ഹലാക്കിന്റെ പനി നബിയെ, അല്ലാഹുവിന്റെ ഹബീബേ, ഹലാക്കിന്റെ പനി പിടിച്ച നബിയെ, ഈ പനി കൊണ്ട് ഞാൻ തോറ്റുപോയി നബിയെ, ഒരു ചത്ത പനി നബിയെ എന്നിങ്ങനെ ആ സഹോദരി നബി തങ്ങളോട് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലാ തസുബ്ബിൽ ഹമ്മാ, പനിയെ കുറ്റം പറയരുത്, രോഗത്തെ ചീത്ത പറയരുത്. എത്ര വലിയ രോഗം വന്നാലും, എത്ര വലിയ അസുഖം വന്നാലും ആ രോഗത്തെ നിങ്ങൾ ചീത്ത പറയരുത്. കാരണം എന്തെന്നറിയോ? ഒരു പനി വരുമ്പോ, ഒരു തലവേദന വരുമ്പോ, ഒരു നടുവേദന വരുമ്പോ, ഒരാൾക്ക് ഷുഗർ ബാധിക്കുമ്പോ, ഒരാൾക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോ, ആ രോഗങ്ങൾ കാരണം മരങ്ങളിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ, മരങ്ങളിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ അയാളുടെ തിന്മയുടെ ഏടുകളിൽ നിന്ന് അയാളുടെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ തലവേദന വേണോ വേണ്ടേ? പനി വേണോ വേണ്ടേ? ഒരു പനി വന്നു, നാട്ടുകാരോടൊക്കെ വിളിച്ചിട്ട് ഫോൺ വിളിച്ച് പറയാൻ, ആരെങ്കിലും വീട്ടിൽ വരുമ്പോ എനിക്ക് സുഖമില്ല, ഒരാഴ്ച ഞാൻ കിടപ്പിനാണ്, എനിക്ക് എണിക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം ഞാൻ പിന്നെ കഴിക്കാറില്ല, ഇത് വേണ്ട. ഇതുണ്ടെങ്കിൽ കൂലിയല്ല കിട്ട, കുറ്റമാണ്. ആരും അറിയിക്കണ്ട. ഹോസ്പിറ്റലിൽ പോകുന്നതിൽ കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരെ കാണിക്കുന്നതിൽ കുഴപ്പമില്ല. ആലോചിക്കണം. നമ്മള് മഹാനായ തൃപ്പനച്ചി കിഴിശ്ശേരി തൃപ്പനച്ചി അഹമ്മദ് മുസ്ലിയാർ ഈ പ്രബുദ്ധ കേരളത്തിൽ അവസാനമായി ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനായ ബലിയാണ് അദ്ദേഹം. മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ആളുകൾ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോവില്ല, ഹോസ്പിറ്റലിൽ പോവണം നമ്മൾ. പക്ഷേ ദറജ കൂടിയ ആളുകൾ ഹോസ്പിറ്റലിൽ പോവില്ല, അവരൊന്ന് മന്ത്രിക്കാൻ പോലും പറയൂല, അവരൊന്ന് ദുആ ചെയ്യിപ്പിക്കുക പോലുമില്ല. അവരിത് സഹിക്കുമ്പോ അവർ സ്വർഗത്തിൽ ഉന്നതമായ തട്ടിലെത്തും. മഹാനായ തൃപ്പനച്ചി അഹമ്മദ് മുസ്ലിയാർ ഈശ്വരി പോയ ആളുകളുണ്ടാകും, സിയാറത്തിനൊക്കെ പോയ ആളുകളുണ്ടാകും. വലിയ മഹാനാണ്. രോഗം വന്ന് മാരകമായ രോഗങ്ങൾ പിടിപെട്ട അവസാനം ഹോസ്പിറ്റലിൽ പോകാൻ അദ്ദേഹം തയ്യാറായില്ല. ഹിസാബില്ലാത്ത, വിചാരണയില്ലാതെ ആയിരക്കണക്കിന് 70,000 ആളുകൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ അവിടെ കൂടിയിരിക്കുന്ന സ്വഹാബാക്കൾ ചർച്ചയിലായി. ആരായിരിക്കും 70,000 ആളുകൾ? ചില ആളുകൾ പറഞ്ഞു അത് മക്കക്കാരായ ആളുകളായിരിക്കും, ചില ആളുകൾ പറഞ്ഞു നബിയുടെ കൂടെ ആദ്യം മുസ്ലിമായ ആളുകളായിരിക്കും, ചില ആളുകൾ പറഞ്ഞു അല്ല, യുദ്ധത്തിൽ പോയി ഷഹീദായ ആളുകളായിരിക്കും. അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണ് നബി തങ്ങൾ ആ വടിയിലൂടെ കടന്നു വരുന്നത്. എന്താ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്?
അപ്പോഴാണ് സ്വഹാബാക്കൾ പറഞ്ഞത് 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞുവല്ലോ. അവരാരാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നബി തങ്ങൾ പറഞ്ഞു, അവർ രോഗം വന്നാൽ മന്ത്രിക്കാത്ത ആളുകളാണ്. രോഗം വന്നാൽ അവർ ഹോസ്പിറ്റലിലേക്ക് പോലും കാണിക്കാതെ അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കുന്ന ആളുകളാണ്. അള്ളാഹു തന്ന രോഗമല്ലേ, അള്ളാഹു തന്നെ തിരിച്ചു കൊണ്ടുപോകട്ടെ, അങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾ. ആ ഒരു പൊസിഷൻ നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ഹോസ്പിറ്റലിലൊക്കെ പോവുക. ആ ദർജ എത്തിയ ആളുകൾക്ക് കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോവാതെ ചികിത്സിക്കുകയാണെങ്കിൽ, നിങ്ങൾ സഹിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം. സ്വർഗത്തിന്റെ ദർജ കൂടിക്കൊണ്ടിരിക്കും. അള്ളാഹു രോഗം വരുമ്പോൾ ക്ഷമിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഒരു പനിയും തലവേദനകളൊക്കെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നാട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു നടക്കരുത്, അല്ലാഹുവിനെ കുറിച്ച് മോശമായി ചിന്തിക്കരുത്, വേദനാദികൾ പറയരുത്, ആവലാദികൾ പറയരുത്. സിദ്ദീഖ് തങ്ങൾ നബി തങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാര്യമാരോട് പോലും പറയാൻ പറ്റൂല. സിദ്ദീഖ് തങ്ങൾ നബി തങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് രോഗം വന്നാലും പള്ളിയിൽ ഉസ്താദിനോട് പറയും, ഉസ്താദ് എന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറയൂലേ. എത്ര വലിയ രോഗമാണെങ്കിലും ചെറിയ രോഗമാണെങ്കിലും ഖുതുബയ്ക്കോ ജുമുഅയ്ക്കോ പള്ളിയിൽ വന്നാൽ ഉസ്താദിനോടൊന്ന് പറഞ്ഞു, ഉസ്താദെ അസുഖങ്ങളുണ്ടൊന്ന് ദുആ ചെയ്യേണ്ട, ഒരു 100 or 500 കൊടുത്ത് നമ്മൾ ദുആ ചെയ്യിപ്പിക്കും. പക്ഷേ ദുആ ചെയ്യിപ്പിക്കുകയും ദുആ ചെയ്യിപ്പിച്ചാൽ ശിഫ ലഭിക്കുമെന്ന് ഉറപ്പുള്ള നബി തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് സർവ്വലോകത്തുള്ള സർവ്വ ആളുകളുടെ ഈമാനും സിദ്ദീഖ് തങ്ങളുടെ ഈമാനും ഒരു ക്ലാസിൽ വെച്ചാൽ സിദ്ദീഖ് തങ്ങളെക്കാൾ ഭാരം നമ്മുടെ ലോകത്തുള്ള ആരുടെ ഈമാനും എത്തൂല എന്ന് പറഞ്ഞത് കേട്ടോ. ലോകത്തുള്ള എല്ലാ ആളുകളുടെ ഈമാൻ ഒരു തുലാസില്, സിദ്ദീഖ് തങ്ങളുടെ ഈമാന് മാത്രം ഒരു തുലാസില്. ഈ ലോകത്തുള്ള എല്ലാ ആളുകളിൽ ആരൊക്കെ പെടുന്നുണ്ടെന്നറിയോ? وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ 9 പേരും ഈ തുലാസിലാണ്. റാബിഅത്തുൽ അദബിയ ഈ തുലാസിലാണ്. നഫീസത്തുൽ മിസ്രിയ ഈ തുലാസിലാണ്. 90 ലക്ഷം ആളുകൾ ഹാജ കാരണം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ മുഈനുദ്ദീനുൽ ചിശ്തി ഇവിടെയാണ്, മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് ഇവിടെയാണ്. ഇവിടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലശേഷമുള്ള കണ്ടതും കാണാത്തതും അറിഞ്ഞതും അറിയാത്തതുമായ സകല സൂഫി വര്യന്മാരും ഈ തുലാസിലാണ്. സിദ്ദീഖ് തങ്ങൾ ഒറ്റയ്ക്കാണ് ഈ തുലാസിൽ നിൽക്കുന്നത്. എന്നാലും സിദ്ദീഖ് തങ്ങളുടെ തുലാസിന്റെ ഈമാനിനാണ് ഭാരമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഇത് വെറുതെ പറഞ്ഞതല്ല. 7 വർഷമായി പല്ലിന്റെ വേദനയുണ്ടായിട്ട് തന്റെ ഹബീബിനോട് പോലും പരാതി പറഞ്ഞിട്ടില്ല. പരാതി പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് പരാതി പറഞ്ഞതുപോലെ ആവൂലേ? അതുകൊണ്ടാണ് പരാതി പറയാത്തത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, അതുകൊണ്ട് രോഗം വന്നാൽ, പ്രയാസങ്ങളുണ്ടായാൽ, കടക്കണയുണ്ടായാൽ, വീടില്ലെങ്കിൽ കല്യാണത്തിന് ബാധ്യതയുണ്ടായാൽ നാട്ടുകാരെ ഏൽപ്പിക്കാൻ നിൽക്കണ്ട. ആദ്യം അല്ലാഹുവിനോട് പറയും. നിങ്ങളുടെ മനസ്സുകളിൽ കുത്തിവെക്കാനുള്ള മനോഹരമായൊരു ഹദീസ് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. ഈ ഹദീസ് പഠിച്ചു വെച്ചാൽ പിന്നെ ടെൻഷനില്ല, ഈ ഹദീസ് പഠിച്ചു വെച്ചാൽ പിന്നെ പ്രയാസമില്ല. നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കണം. ഏതാണ് ആ ഹദീസ്? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇന്നീ ഉഅല്ലിമുക കലിമാത്. നിങ്ങൾക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെ. എന്താണ് കാര്യമെന്നറിയോ? അല്ലാഹുവിനെ നീ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെയും സൂക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. വീടിൽ ഒറ്റയ്ക്കാണ് കിടന്നുറങ്ങുന്നത്, ആരാരും കാണാതെ ഹറാം ചെയ്യാനൊരു സാഹചര്യമുണ്ടായാൽ എന്റെ റബ്ബ് ഇത് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ ആംബസിലെത്തി, കലാലയങ്ങളിലെത്തി, സ്കൂളിലെത്തി, കോളേജിലെത്തി, അവിടെ ഉമ്മയില്ല, അവിടെ ഉപ്പയില്ല, അവിടെ നാട്ടുകാരില്ല, അവിടെ മാതാപിതാക്കളില്ല, പിന്നെ അവിടെ എന്തുമാവാമെന്നല്ല, എന്നെ കാണുന്ന എന്റെ റബ്ബുണ്ടല്ലോ. നമ്മുടെ കണ്ണുകളെ സൂക്ഷിച്ചാൽ, നമ്മുടെ കാതുകളെ സൂക്ഷിച്ചാൽ, നമ്മുടെ കൈക്കാലുകളെ സൂക്ഷിച്ചാൽ, ഹറാം ചെയ്യാതെ
ഹറാമ് കേൾക്കാതെ ഹറാമ് കാണാതെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുമ്പോഴും ആളുകൾക്കിടയിലിരിക്കുമ്പോഴും നന്നായാൽ യഹ്ഫളുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്ന. ഏതെങ്കിലും അപകടത്തിൽ പെടുമ്പോ, വലിയൊരു ആക്സിഡന്റിൽ പെടേണ്ട നിന്നെ അള്ളാഹു സഹായിക്കാൻ കടന്നു വരും. വലിയൊരു അപകടങ്ങളിലേക്ക് ചാടുന്നതിന് മുമ്പേ നിന്നെ സഹായിക്കാൻ അള്ളാഹു വരും. മഹാനായ സഫീന റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖാദിമാണ്. കേൾക്കൂ സഹോദര, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖാദിമാണ് സഫീന എന്ന് പറയുന്ന സ്വഹാബി. എവിടേക്കോ ഏതോ രാജ്യത്തേക്ക് ദഅവത്തുമായി കടന്നു ചെല്ലുകയാണ്. കടലിലൂടെ ഒരു കപ്പലിലൂടെ ഇങ്ങനെ സ്വഹാബാക്കളിൽപ്പെട്ട 12 പേരിങ്ങനെ യാത്ര ചെയ്യുമ്പോ വലിയൊരു കൊടുങ്കാറ്റ് കടന്നു വന്നിട്ട് ആ കൊടുങ്കാറ്റ് ആ കപ്പലിനെ പാറയിലേക്ക് അടിപ്പിക്കുകയും എന്നിട്ട് ആ പാറയിലേക്ക് തട്ടിമുട്ടി കൊടുങ്കാറ്റിൽ നിന്ന് കപ്പൽ തരിപ്പണമാവുകയും ചെയ്തു. ഓരോ സ്വഹാബാക്കൾ ഓരോ ദ്വീപിലെത്തി. അങ്ങനെ ഒരു മരക്കഷ്ണം പിടിച്ചെടുത്തുകൊണ്ട് മഹാനായ സഫീന റളിയല്ലാഹു അൻഹു ദ്വീപിലേക്ക് എത്തി. ആ ദ്വീപിൽ ഇങ്ങനെ കരയിലേക്ക് കയറി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഗർജിച്ചുകൊണ്ട് ഒരു സിംഹം വരുന്നത്. ഒരു സിംഹം ഇങ്ങനെ ഗർജിച്ചുകൊണ്ട് വരുന്നത്. അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ, അദ്ദേഹത്തെ കടിച്ചു കീറാൻ, അദ്ദേഹത്തെ തിന്നുകളയാൻ സിംഹം അടുത്തു വരുമ്പോഴാണ് മഹാനായ സഫീന റളിയല്ലാഹു അൻഹു പറയുന്നത്, കളിക്കരുത്, അന സഫീനത്തു മൗലാ റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖാദിമായ, മുത്തുനബിയുടെ ഖാദിമായ, റസൂലിന്റെ ഖാദിമായ, മുഹമ്മദിന്റെ ഖാദിമായ സഫീനയാണ് ഞാനെന്ന് പറയുമ്പോ ഗർജിക്കാൻ വന്ന സിംഹം തലതാഴ്ത്തി ഓച്ചാനിച്ച് നിൽക്കുകയാണ്. ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്, നമ്മൾ ഒട്ടകങ്ങളിൽ സഞ്ചരിക്കുന്നത് പോലെ, കുതിരയുടെ മുകളിൽ കയറി സഞ്ചരിക്കുന്നത് പോലെ സിംഹത്തിന്റെ മുകളിൽ കയറിയിട്ട് ഈ സ്വഹാബിക്ക് നാട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തിട്ടാണ് സിംഹം മടങ്ങിപ്പോയത് എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിനെ നമ്മൾ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്റെ മഹലിൽ ഒരു സഹോദരനുണ്ട്, അദ്ദേഹത്തിന് കണ്ടു കാണാറില്ല. പക്ഷേ ഇടയ്ക്കിടെ മാലിക് ദിനാർ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാമിലേക്ക് സിയാറത്തിന് വേണ്ടി പല ദിവസങ്ങളിലും വരാറുണ്ട്. അങ്ങനെ ഒരു ദിവസം കാസർഗോഡ് ജില്ലയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മാലിക് ദിനാറിലേക്ക് നടന്നുകൊണ്ടിങ്ങനെ റെയിൽപാളത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് കണ്ണു കാണാത്ത ചെറിയ തോതിലെ കണ്ണു കാണുന്നുള്ളൂ. നടന്നു പോകുമ്പോഴാണ് ട്രെയിനിന്റെ ശബ്ദം കേൾക്കത്. ആ ട്രാക്കിലൂടെ ട്രെയിൻ ഓടി വരുമ്പോഴാണ് ഏതോ ഒരാൾ അദ്ദേഹത്തെ തള്ളിയിടുന്നത്. ആരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിന് അയാളെ മുമ്പ് കണ്ടിട്ടില്ല, അദ്ദേഹം ആരാണെന്നറിയില്ല. ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇരിക്കുമ്പോ എന്റെ തൊട്ടപ്പുറത്തിരുന്നു കൊണ്ട് അദ്ദേഹം എന്നോട് കഥ പറഞ്ഞു തരികയാണ്. ആരോ ഒരാൾ ട്രാക്കിൽ നിന്ന് തള്ളി മാറ്റി പുറത്തേക്കിട്ടോ, ഞാൻ താഴെ വീണ ഉടനെ ട്രെയിൻ ഇങ്ങനെ സഞ്ചരിക്കുകയുണ്ടായി. എന്നിട്ട് എന്റെ കൂടെ മാലിക് ദിനാർ മക്കാമിലേക്ക് കൊണ്ടെത്തിച്ചു. ആരാണ് അവിടേക്ക് സഹായിയെ കൊണ്ടുവരുന്നത്? അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ. എനിക്കറിയാം, ഞാൻ ജുമാ നിസ്കാരത്തിന് വേണ്ടി ചെറുവത്തൂരിലേക്ക് പള്ളിയിലേക്ക് 11 മണിക്ക് പോയാൽ തസ്ബീഹ് മാല പിടിച്ചിങ്ങനെ നടക്കുകയാണ്. പരിശുദ്ധമായ റമദാനിൽ പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലുന്ന സഹോദരനാണ്. അല്ലാഹുവിനെ നമ്മൾ സൂക്ഷിച്ചാൽ നിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നെ അല്ലാഹു സഹായിക്കുമെന്നതൊരു സംശയമില്ല. നിനക്ക് വീടില്ലേ, വീട് തരാൻ അല്ലാഹുവുണ്ട്. നിനക്ക് മക്കളില്ലേ, മക്കളെ തരാൻ അല്ലാഹുവുണ്ട്. നിനക്ക് മക്കളിൽ പ്രയാസമുണ്ടോ, ആ പ്രയാസം പരിഹരിക്കാൻ അല്ലാഹുവുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, കേൾക്കൂ എന്റെ സഹോദര, അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹുവിനെ മുന്നിൽ കണ്ടെത്താൻ പറ്റും. മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് സുത്യർഹമായ നേതൃത്വം നൽകിയ കോയക്കുട്ടി ഉസ്താദ്, അദ്ദേഹം ഒരു മദ്രസയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് തോണിയിലൂടെ പുഴയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വലിയൊരു കൊടുങ്കാറ്റ് കടന്നു വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ തോണിയുമായി, അദ്ദേഹത്തിന്റെ നൗകയുമായി, അദ്ദേഹത്തിന്റെ ആ മഞ്ചലുമായി നേരെ കടൽക്കരയിലേക്ക് കൊണ്ടുപോകുന്നത്. തിരമാലകൾ ആഞ്ഞടിക്കുന്ന ചുഴിയിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുന്ന തോണി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളത്തിലുള്ള, ആ തോണിയിലുള്ള, ആ ബോട്ടിലുള്ള ആളുകളൊക്കെ കരയുമ്പോ അട്ടഹസിക്കുമ്പോ ഉടനെ തന്നെ മഹാനായ കോയക്കുട്ടി ഉസ്താദ് വിളിക്കുന്നത്, യാ മുഹീസ് അഗ്ഫിനി, യാ മുഹീസ് അഗ്ഫിനി, യാ മുഹീസ് അഗ്ഫിനി.
എല്ലാവരും വിചാരിച്ചു മരിച്ചുപോയെന്ന്. ശക്തമായ തിരമാലകളുള്ള സമുദ്രത്തിന്റെ ചുഴിയിലേക്ക് കൊടുങ്കാറ്റ് വിളിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ജീവിതത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹുവിനെ പേടിച്ചു നടന്ന ഒരു മഹാമനീഷി, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ഒരു പണ്ഡിതൻ, അള്ളാഹുവിനെ പേടിച്ച് ഉഖ്റവിയായ ഒരു പണ്ഡിതൻ അള്ളാഹുവിനെ വിളിക്കുന്നത് യാ മുഗീത്ത് അഗ്ഹിനീ, അള്ളാഹുവെ സഹായിക്കണേ എന്ന് പറയേണ്ട താമസം ചുഴിയിലേക്ക് അമിതമായ വേഗത്തിൽ സഞ്ചരിച്ചിരുന്ന ആ തോണിയെ, ആ ബോട്ടിനെ മറുഭാഗത്ത് നിന്ന് വലിയൊരു കാറ്റ് നേരെ മറ്റൊരു കരയിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരീക്ഷണങ്ങളുടെ കഥ പറയുമ്പോ, വിഷമങ്ങളുടെ കഥ പറയുമ്പോ, പ്രയാസങ്ങളുടെ കഥകൾ പറയുമ്പോ ആനായ കാളമ്പാടി ഉസ്താദിനെ എങ്ങനെയാണ് നമ്മൾ അനുസ്മരിക്കാതിരിക്കുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഗത്ഭനായ പ്രസിഡന്റായിരുന്ന മഹാനായ കാളമ്പാടി ഉസ്താദ്, അദ്ദേഹം തന്റെ ജാമിയയിൽ ഇങ്ങനെ കിതാബ് എടുത്തുകൊണ്ടിരിക്കുമ്പോ, ബുഖാരി എടുത്തുകൊണ്ടിരിക്കുമ്പോ, കുട്ടികൾക്ക് ദർസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചു. നേരകത്തേക്ക് വന്നു. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളുടെ 2 മക്കള് ആക്സിഡന്റിൽ പെട്ട് മരിച്ചു പോയിരിക്കുകയാണ്. കല്യാണപ്രായമെത്തിയ 2 പെൺമക്കള് എവിടെയോ കല്യാണത്തിന് പോയി വരുമ്പോ ബസ് മറിഞ്ഞിട്ട് 2 പെൺമക്കള്, നിങ്ങളുടെ 2 പെൺമക്കള് ആക്സിഡന്റിൽ പെട്ട് മരിച്ചു പോയിരിക്കുകയാണ്. നമ്മളെന്താ ചെയ്യാ? ഓ വീട്ടിലേക്ക് പോകൂലേ? അട്ടഹസിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകൂലേ? ആ മഹാനായ കാളമ്പാടി ഉസ്താദ് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ബുഖാരി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അസഹുൽ കിതാബി ബഅദൽ ഖുർആൻ, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യമായ കിതാബ് സഹീഹുൽ ബുഖാരിയാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകളാണല്ലോ ഇതിൽ സമാഹരിച്ചിരിക്കുന്നത്. ഈ ബുഖാരി ഉണ്ടല്ലോ, ഇത് എന്തെങ്കിലും പറയുമ്പോൾ പൂട്ടിവെക്കാനുള്ളതല്ല. കേൾക്കൂ എന്റെ സഹോദര, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ഈ ബുഖാരി ക്ലാസ് പൂട്ടിവെക്കാനുള്ളതല്ല. താൻ ജന്മം നൽകിയ തന്റെ കരളിന്റെ കഷ്ണമായ 2 പെൺമക്കൾ ലോകത്തോട് ആക്സിഡന്റിലൂടെ വിട പറഞ്ഞിട്ട് ബുഖാരി ഇമാമിന്റെ കിതാബ് മക്കൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ആ പീരീഡ് പൂർത്തിയാകുന്നതുവരെ ക്ലാസ് എടുത്തിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി, സമാധാനിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നിട്ട് 1ാമത്തെ മയ്യിത്താണ് വന്നത്. 1ാമത്തെ മയ്യിത്ത് വന്നു. അവിടെ മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞു. എന്നിട്ട് ആളുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോ മഹാനായ കാളമ്പാടി ഉസ്താദ് അവിടെ നിന്ന് പറയുമായിരുന്നു, ഒരാളെ വന്നിട്ടുള്ളൂ, ഒരാളും കൂടി വരാനുണ്ട്, ആ മയ്യിത്തും കൂടി നിസ്കരിച്ചു പോയാൽ പോരെ എന്ന് മഹാനായ കാളമ്പാടി ഉസ്താദ് വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോ, ഇത് അല്ലാഹു അബദനുന അലൽ ബലാഇ സാബിർ, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനുള്ള ഹൃദയം അല്ലാഹു അവർക്ക് നൽകിയിരിക്കുകയാണ്. അതുപോലൊരു ഹൃദയമാണ് നമ്മൾക്ക് വേണ്ടത്. എന്ത് പരീക്ഷണങ്ങൾ വന്നാലും, എത്ര വലിയ രോഗം വന്നാലും, എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും പെൺമക്കൾക്ക് ഇങ്ങനെ പുതിയാപ്പിള അന്വേഷിക്കുകയാണ്, വരനെ അന്വേഷിക്കുകയാണ്. വർഷങ്ങൾ 10 വർഷങ്ങൾ 15 ഒന്നും ശരിയാവുന്നില്ല. ഉപ്പമാരെ നിങ്ങൾ വിഷമിക്കേണ്ട, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, അതിൽ നിങ്ങൾ ക്ഷമിച്ചു നിൽക്കണേ, അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. പരീക്ഷണങ്ങളെ തടയാനുള്ള 4 മരുന്നുകളുണ്ട് ഇൻഷാ അല്ലാഹ്. കാലിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, പരീക്ഷണങ്ങളെ ചെറുക്കാൻ 4 മരുന്നുകൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഏതായാലും അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവിനെ മുമ്പിൽ കാണാൻ പറ്റും, മുമ്പിൽ നമ്മൾക്ക് കാണാൻ പറ്റും. വലിയൊരു അപകടത്തിൽ ഒരു രക്ഷയുമില്ല എന്ന് തോന്നുന്നൊരു സാഹചര്യമാണ്. പക്ഷെ നമ്മുടെ സന്തോഷ നിമിഷങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ ഓർത്തിട്ടുണ്ടെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹു ഒരാളെ പറഞ്ഞേച്ച് നമ്മളെ രക്ഷപ്പെടുത്തും. ഇഷ്ടം പോലെ അനുഭവങ്ങൾ പല ആളുകൾക്കും പറയാനുണ്ടാകും. എന്നിട്ട് പറയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, എന്ത് ചോദിച്ചാലും അള്ളാഹുവിനോട് ചോദിക്കുക, നാട്ടുകാരോട് ചോദിക്കണ്ട. മകളുടെ കല്യാണമാണ്, നാട്ടുകാർക്കൊക്കെ ഫോൺ വിളിച്ചിട്ടുണ്ട്, എന്റെ മകളുടെ കല്യാണം സഹായിക്കണമെന്ന് പറയണ്ട. പള്ളിയിലേക്ക് വന്നിട്ട് പറയണ്ട, പള്ളിയുടെ ലെറ്റർ വാങ്ങിക്കണ്ട, ഷോപ്പാന്തരം കയറിയിട്ട് യാചിക്കേണ്ട. അള്ളാഹുവിനോട് പറഞ്ഞേക്ക്, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അല്ലാതെ പിന്നെ ആരാണ് ഇവിടെ ഉത്തരം നൽകുന്നത്? അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് ഒരു താല്പര്യമിട്ട് തരും. എന്തെന്നറിയോ? അയൽവാസിയുടെ വലിയ മുതലാളിയായ അയൽവാസിയാണെങ്കിൽ അവന്റെ മനസ്സിലേക്ക് അള്ളാഹു ഒരു താല്പര്യമിട്ട് കൊടുക്കും. എന്ത്? നിന്റെ കല്യാണം നടക്കുമ്പോ മറ്റൊരാളോട് വിഷമം പറയാതെ അർഹനായ റബ്ബിനോട് മാത്രം വിഷമം പറഞ്ഞത് കാരണം അള്ളാഹു നിന്റെ അയൽവാസിക്ക് ഒരു താല്പര്യം കൊടുക്കുകയാണെന്ത്? ഒരു 10 പവൻ ഈ പെണ്ണിന്റെ കല്യാണത്തിന് കൊടുക്കുകയല്ലേ? അത് അള്ളാഹു കൊടുക്കുന്നതാണ്. നീ ചോദിച്ചാൽ ഒരു പക്ഷെ 1 പവനായിരിക്കും
എനിക്കും അയൽവാസി തരുന്നത് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു അയാളെ കൊണ്ട് 10 പവൻ നിനക്ക് തെളിയിപ്പിക്കും. ഇതാണ് റബ്ബ്, ഇതാണ് ഹബീബ് പഠിപ്പിച്ചത്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്. എന്ത് ചോദിച്ചാലും അല്ലാഹുവിനോട് ചോദിക്കണേ. ഏതുവരെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിലുള്ള ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ വരെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ വരെ അല്ലാഹുവിനോട് ചോദിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്ത് സഹായം വേണമെങ്കിലും അല്ലാഹുവിനോട് സഹായം ചോദിക്കണം. എന്നിട്ട് പറയാണ് വഅലം, നീ അറിയണേ, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നീ മനസ്സിലാക്കണേ. അന്നൽ ഉമ്മത, നാട്ടുകാരെല്ലാം ലബിജ്തമഅത, ഒരുമിച്ച് കൂടിയാൽ എന്തിനാണ്? അലാ അൻ യൻഫഉക ബിശൈഇൻ, നിനക്കൊരു ഉപകാരം ചെയ്യാൻ പരടാലയിലുള്ള എല്ലാ വീട്ടുകാരും ഒരുമിച്ചു ഇന്നാലും ഒരു ചെറുപ്പക്കാരന് ഒരു 10,000 രൂപ കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ നാടിന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നല്ലൊരു രാഷ്ട്രീയ നേതാവിന് ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കണമെന്ന് നാട്ടുകാരൊക്കെ ഒരുമിച്ചുകൂടി എല്ലാ മീറ്റിംഗിലും പാസ്സായി അവസാനം വണ്ടി വാങ്ങാൻ പോകുമ്പോ അദ്ദേഹത്തിന് വണ്ടി ലഭിക്കാൻ ഒരു സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അല്ലാഹു അത് കണക്കാക്കിയിട്ടില്ലെങ്കിൽ അവന് വണ്ടി ലഭിക്കൂല. കാരണം എന്ത്? അവിടെ പോകുമ്പോഴേക്കും മറ്റൊരാൾ കടന്നു വരും. അതെന്താ ഇയാൾക്ക് മാത്രം കൊടുക്കുന്നത്? ഇയാളെപ്പോലെ രാഷ്ട്രീയക്കാരനായ വേറെ ഒരാളില്ലേ, അയാൾക്കും കൊടുക്കണ്ടേ? 2 പേർക്കും കൊടുക്കാൻ കാശില്ല. തൽക്കാലം രണ്ടും ഉപേക്ഷിച്ചു. കാരണം നാട്ടുകാരല്ല. അല്ലാഹുവിന്റെ ഖലായിൽ ഇയാൾക്കൊരു വണ്ടി ലഭിക്കാൻ അല്ലാഹു കണക്കാക്കിയിട്ടില്ല. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത്. വഅലം, നീ അറിയണം സഹോദര, അന്നൽ ഉമ്മത, നാട്ടുകാരെല്ലാം ലവിജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ, നിനക്കൊരു ഉപകാരം ചെയ്തു തരാൻ, നിനക്കൊരു വണ്ടി വാങ്ങിക്കാൻ, നിനക്കൊരു വീട് വെക്കാൻ വേണ്ടി എല്ലാവരും തീരുമാനിച്ചു. ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു, അല്ലാഹു കണക്കാക്കിയാലേ അത് നിനക്ക് ലഭിക്കുകയുള്ളൂ. നാട്ടുകാരൊരുമിച്ച് കൂടിയതുകൊണ്ട്, പ്രധാനമന്ത്രിയുടെ സീൽ ലഭിച്ചതുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ സീൽ ലഭിച്ചതുകൊണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സീൽ ലഭിച്ചതുകൊണ്ട് അത് നമ്മൾക്ക് ലഭിക്കൂല. അല്ലാഹുവിന്റെ ഖലാ ഇല്ലെങ്കിൽ ഒരു നിലക്കും നമ്മൾക്ക് ലഭിക്കൂല. പിന്നെ പറയാണ് നിനക്കൊരു ദ്രോഹം ചെയ്യാൻ തീരുമാനിച്ചു. നാട്ടുകാരൊക്കെ കൂടി ഒന്ന് രാത്രിയിൽ ഇങ്ങനെ മെഴുകുതിരി വെളിച്ചത്തിൽ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് ചെറുപ്പക്കാരൻ വിചാരിച്ചു, ഇന്നാലിന്റെ ചെറുപ്പക്കാരൻ അയാൾക്ക് 4 പൊട്ടിക്കണം. അങ്ങനെയൊക്കെ ചെറുപ്പക്കാരൻ തീരുമാനിക്കൂലേ? എന്തൊക്കെ തീരുമാനിക്കാറില്ലേ? ഇല്ലേ? എന്തെങ്കിലും ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അത് മതി, അയാൾ വെറുതെ വിടരുത്. അങ്ങനെ ഒന്ന് തീരുമാനിച്ചു. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ജോലി കഴിഞ്ഞിട്ട് എന്നും ഈ വഴിയിലൂടെ പോകുമ്പോൾ ഒരു 9 മണി നമുക്ക് റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുക, ഒരു വന്ന് അറ്റാക്ക് ചെയ്യാം. അങ്ങനെ തീരുമാനിച്ചു, ഉറപ്പിച്ചു. എല്ലാവരും ഇങ്ങനെ സൈഡിൽ നിന്നു. അല്ലാഹുവിന്റെ ഖലായിൽ അങ്ങനെയില്ല. അല്ലാഹുവിന്റെ ഖലായിൽ ഇന്നാലിന്ന സമയത്ത് ചെറുപ്പക്കാരെല്ലാം ഒരുമിച്ച് കൂടി അടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അടി വാങ്ങിക്കാനുള്ള തീരുമാനമില്ലെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ ജോലി മതിയാക്കി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നാട്ടിലേക്ക് പറഞ്ഞേക്കും. അല്ലെങ്കിൽ ഈ വഴിയിലേക്ക് പോകുന്നതിന് പകരം മറ്റൊരു വഴിയിലൂടെ അല്ലാഹു പറഞ്ഞുവിടും. ഇല്ലേ, എത്ര സംഭവങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഖലാ മാത്രമേ ഇവിടെ നടക്കുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖലാഇനെ മാറ്റിമറിക്കാൻ, ശർറായ വിധികളെ മാറ്റിമറിക്കാൻ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച 4 കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങളെത്തിയോ? ഒരു സമയം തോന്നുന്നുണ്ടല്ലോ. 9:11 നിർത്തേണ്ട ആളാണ്. തങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ. ഇങ്ങനെ പോന്നത്ര പോട്ടെ എന്ന് പറഞ്ഞിട്ട് വേണ്ട, നമുക്ക് നാടൻ പ്രസംഗിക്കാനുള്ളതാണ്. 4 കാര്യങ്ങൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, 4 കാര്യങ്ങൾ ചെയ്താൽ, ഒന്നാമത്തേത് അദ്ദുആഉ, പ്രാർത്ഥന. പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, പരീക്ഷണങ്ങളിൽ പതറാതെ മുന്നേറാൻ 4 കാരണങ്ങളാണ് പറഞ്ഞു തരുന്നത്. അദ്ദുആ, അല്ലാഹു തങ്ങൾ വിട്ടുനിറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തുടങ്ങി വെച്ചൊരു ഹദീസും കൂടി ഞാൻ പൂർത്തിയാക്കി ആ കാരണത്തിലേക്ക് പോവാം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തില്ലേ, സ്വർഗത്തിലേക്ക് എത്താൻ അല്ലാഹു തീരുമാനിച്ചു. പക്ഷെ ഇയാളിങ്ങനെ ടിവിയും സിനിമ കണ്ടുകൊണ്ട് കുത്തിരിക്കുകയാണ്. പിന്നെ എങ്ങനെ അവിടെ എത്താം? ഞാനത് ഒരു കാര്യം പറഞ്ഞു, പിന്നെ ഇങ്ങോട്ട് പോകാൻ വിചാരിച്ച് പൂർത്തിയാക്കിയതാണ്. ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസില,
അല്ലാഹു ഒരാൾക്ക് ഒരു സ്ഥാനം നൽകാൻ ഉദ്ദേശിച്ചാൽ ഫലം യബ്ലുഗ്ഹാ ബിഅമലിൻ, അമൽ കൊണ്ട് അവിടെ എത്തുന്നുള്ളൊരു പ്രതീക്ഷയില്ല. പള്ളി ആകെ ജുമയൊക്കെ കാണുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറെ ആളുകളില്ലേ അല്ലേ? പള്ളിക്ക് വരൂല. പള്ളി മാസത്തിലൊരിക്കല്, ആഴ്ചയിലൊരിക്കല്, പെരുന്നാളിനൊക്കെയാ വരിക. പക്ഷെ പള്ളിയിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓടിയെത്തും. അവിടെ വന്നിട്ട് കുഴപ്പമുണ്ടാക്കും. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ? എല്ലാ നാട്ടിലുണ്ടാവും അങ്ങനെ കുറച്ച് ആളുകൾ അല്ലേ? പള്ളിയിലെ സുബഹിക്ക് ആജീവനാന്ത കാലം, അല്ലെങ്കിൽ ജനിച്ചത് മുതൽ സുബഹിക്ക് പള്ളിക്ക് വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരാണ് ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഇങ്ങനെ നാട്ടുകാരെങ്ങനെ ചർച്ച ചെയ്യുന്നത്, ഇന്ന് ഉസ്താദ് സുബഹി നിസ്കാരത്തിന് എണീറ്റിട്ടില്ല. അയാൾ വെറുതെ വിടാൻ പാടില്ല, അയാൾ നമുക്ക് ഇന്ന് തന്നെ പുറത്താക്കണം. ഇന്ന് വരെ സുബഹിക്ക് പള്ളിക്ക് വരാത്ത ആൾ പിന്നെ ചർച്ചയാണ്, പിന്നെ ആവേശമാണ്, പിന്നെ കൈമടക്കി നേരെ പള്ളിയിലേക്ക് വന്നു. അങ്ങനെ കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാനുണ്ട്. അങ്ങനെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഒരാൾ. പക്ഷെ പടച്ചോൻ വിചാരിച്ചത് അയാൾക്ക് സ്വർഗം കൊടുക്കണമെന്നാണ്. നമ്മൾ വിചാരിക്കുന്ന അയാൾ ഒരിക്കലും സ്വർഗത്തിൽ എത്തൂല എന്നാണ്. പക്ഷെ പഠിച്ചവനൊക്കെല്ല അയാൾ സ്വർഗത്തിലുണ്ട്. പക്ഷെ എങ്ങനെയാണ് അവിടെ എത്തുക? ഒരു 40 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കും, ആരും കുഴപ്പമുണ്ടാക്കും. പക്ഷെ 40 വയസ്സൊക്കെ കഴിയുമ്പോ അവന്റെ ശരീരത്തിൽ അല്ലാഹു രോഗം നൽകും, ഒരു ആക്സിഡന്റിൽ വിടും. ഉദാഹരണമാണ്. പിന്നെ ഒരു 60 വയസ്സ് വരെ കിടന്ന കിടപ്പിലാണ്. പിന്നെ നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ തന്നെ ബെഡിൽ തന്നെ ഇരിക്കുകയാണ്. എന്തെങ്കിലും വീൽ ചെയറോ എന്തെങ്കിലും സഹായത്തിനുള്ള വടികളൊക്കെ പിടിച്ചാണ് നടക്കുന്നത്. 40 വയസ്സ് വരെ തോന്നി. നമ്മൾ വിചാരിക്കും അയാൾ കുരുത്തക്കേടിന് കുറച്ചും കൊടുത്താണ്. അല്ല, കുരുത്തക്കേടിനല്ല കൊടുത്തത്, അള്ളാഹു സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടി കൊടുത്തതാണ്. കുരുത്തക്കേടിന് കൊടുത്തല്ല, കുരുത്തക്കേടിന് കൊടുക്കൂല. അങ്ങനെയാണ്. ഇവിടെ കുരുത്തക്കേട് കടിച്ച ആളുകൾക്ക് അള്ളാഹു ദുനിയാവിന് ശിക്ഷ കൊടുക്കുകയില്ല. വിധങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറാ, അല്ലാഹു ഒരു അടിമയ്ക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, ഒരടിമയോട് സ്നേഹം തോന്നിയാൽ, അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയ, അയാൾ ഒരു തെറ്റ് ചെയ്താൽ ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകും. സ്നേഹമുള്ള ആളാണ്, അയാളോട് പഠിച്ചവന് സ്നേഹാണ് എങ്കിൽ അയാൾ ദുനിയാവിൽ ഒരു തെറ്റ് ചെയ്താൽ ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകും. ഒരടിമയെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ ദുനിയാവിൽ ഒരു ശിക്ഷ നൽകൂല. അവനിങ്ങനെ ലാവിഷായി അടിച്ചുപൊളിച്ച് 60 വയസ്സ് വരെ ജീവിക്കും. 60 കഴിഞ്ഞയാൾ മരിച്ചു പോകും. പക്ഷേ ദുനിയാവിൽ ചെയ്ത പാപങ്ങളുടെ കഥകൾ, തിന്മകളുടെ കുംഭാരങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹു ചോദ്യം ചെയ്യും. ഇഷ്ടമില്ലാത്ത ആളുകൾ അങ്ങനെ ചെയ്യാം, അവർക്കിവിടെ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഇഷ്ടമുള്ള ആളുകൾക്ക് ഇവിടെ പ്രയാസമായി. അതുകൊണ്ട് ആക്സിഡന്റിൽ വെട്ടിട്ടൊക്കെ വീണ് രോഗിയായി കിടക്കുകയാണെങ്കിൽ അങ്ങനെ വിചാരിക്കരുത്, കുരുത്തക്കേടാണ്. നല്ല ഇത് പഠിച്ചോണ്ട് സ്നേഹമുള്ളതുകൊണ്ട് പുസ്തകം. ശരീരത്തിൽ പരീക്ഷിക്കും. 2 വലിയ മുതലാളിയാണ്, ഒരുപാട് ഷോപ്പുകളും ഒരുപാട് ടെക്സ്റ്റൈൽസുകളുമുള്ള വലിയൊരു കോടീശ്വരൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജയിലിലാണ്, ഒന്നുമില്ലാതെ. നമ്മൾക്കറിയാം, എറണാകുളത്തുള്ള നിഷാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന്റെ കയ്യിലില്ലാത്ത വണ്ടിയില്ല. 5000 രൂപയുടെ ചെരുപ്പാണ് ധരിക്കുന്നത്. 5000 രൂപയുടെ ചെരുപ്പ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വണ്ടികൾ സ്വപ്നത്തിനു പോലും നിങ്ങൾക്ക് കാണാൻ പറ്റൂല. പേര് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഒന്ന് ഹമ്മറാണ്, പിന്നെ റോൾസ് റോയ്സ്, അങ്ങനെ കുറെ വണ്ടിയുണ്ട്. ആ വണ്ടികളൊക്കെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ചിതലരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടികളുടെ 4-5 വണ്ടികൾ. നമുക്ക് 10 ലക്ഷത്തിന്റെ വണ്ടി വാങ്ങാൻ നമുക്ക് പറ്റുന്നില്ല അല്ലേ? ഒരു 10 ലക്ഷത്തിന്റെ വണ്ടി വാങ്ങുമ്പോൾ എന്തൊക്കെ പുലിവാല പിടിക്കേണ്ടത്, നമുക്കത് പറ്റുന്നില്ല. കോടികളുടെ വണ്ടികൾ ഒന്നല്ല 4-5 എണ്ണം പോലീസ് സ്റ്റേഷനിൽ ചിതലരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാറിലേക്ക് ചെന്നാൽ ടിപ്സ് കൊടുക്കുന്നത് 5000. നമുക്ക് മാസത്തിൽ കിട്ടുന്ന സാലറി 5000, മനസ്സിലായില്ലേ അല്ലേ? നമുക്ക് മാസത്തിൽ കിട്ടുന്നത് 5000. ബാറിൽ പോയിട്ട് ഒരു ദിവസം ടിപ്സ് കൊടുക്കുന്നത് 5000. ഇങ്ങനെയുള്ള ചെറുപ്പക്കാരൻ വലിയൊരു മുതലാളി ഇന്ന് ജയിലിൽ കിടക്കുകയാണ്. ഇബ്തലാഹുല്ലാഹു ഫീ മാലിഹി, അവന്റെ സമ്പാദ്യത്തിൽ അല്ലാഹു പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആദരണീയരായ നജ്മുദ്ദീൻ തങ്ങൾ നമ്മുടെ വേദിയിൽ കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവാണ്. ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി ഔ മാലിഹി ഔ വലദിഹി. സമ്പത്തിൽ പരീക്ഷിക്കും, ശരീരത്തിൽ പരീക്ഷിക്കും. സമ്പത്തിലും പരീക്ഷിച്ചില്ല, ശരീരത്തിലും പരീക്ഷിച്ചില്ലെങ്കിൽ മക്കളിൽ പരീക്ഷിക്കും. എങ്ങനെ? 18 വയസ്സായ പൊന്നുമോൾക്ക് കല്യാണം നിശ്ചയിച്ചു, രാത്രി ഉറങ്ങാൻ കിടന്നതാണ്, രാവിലെ പെണ്ണിനെ കാണുന്നില്ല, പെണ്ണൊളിച്ചോടി. പരീക്ഷിക്കും ചില ഉപ്പമാർ അല്ലാഹു മക്കളിലൂടെ പരീക്ഷിക്കും. ചിലപ്പോൾ മക്കൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകും. അതിന്റെ പേരിൽ ക്ഷമിച്ചാൽ അല്ലാഹു അവന്റെ ദറജ ഉയർത്തി 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 അവസാനം അല്ലാഹു ഉദ്ദേശിച്ച 100ാമത്തെ തട്ടിലേക്ക് എത്തുന്നതുവരെ അവന് മാരകമായ രോഗങ്ങളും ഒരുപാട് പരീക്ഷണങ്ങളും നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ ഇനി പറയാൻ പോകുന്ന 4 കാര്യം പരീക്ഷണങ്ങൾ വരാതെ എങ്ങനെ ചെറുക്കാമെന്ന്, അപകടങ്ങൾ വരാതെ എങ്ങനെ രക്ഷപ്പെടാം, രോഗങ്ങൾ വരാതെ എങ്ങനെ രക്ഷപ്പെടാം. ഒന്നാമത്തെ ആയുധം അദ്ദുആ. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണേ. സബബുൻ യദ്ഫഉൽ ബലാഅ. ആഫത്തിനെ തടയാനുള്ള ഒന്നാമത്തെ ആയുധം ദുആയാണ്. ഒന്നാമത്തെ ആയുധം പ്രാർത്ഥനയാണ്. രണ്ടാമത്തേത് പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മഹാന്മാരായ സ്വഹാബാക്കൾ പഠിപ്പിക്കുകയാണ്. അപകടങ്ങൾ വരാതിരിക്കാൻ രണ്ടാമത്തെ കാരണം അസ്സലാഹ്, നിസ്കാരം. നിസ്കാരമാണ് കാരണം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പേടിച്ചു പോയാൽ, ചന്ദ്രഗ്രഹണം വന്നാൽ, സൂര്യഗ്രഹണം വന്നാൽ, കൊടുങ്കാറ്റ് വന്നാൽ, അപകടപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാൽ നബി തങ്ങൾ നേരെ നിസ്കാരത്തിലേക്ക് പോകുമായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അപകടങ്ങൾ വരാതിരിക്കാൻ നിസ്കാരത്തിലേക്ക് കയറി. ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്. നിസ്കരിച്ചുകൊണ്ട് അല്ലാഹു ോട് സഹായം തേട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. മൂന്നാമത്തേത് വസ്സദഖതു, സദഖ നൽകണേ. അപകടങ്ങൾ വരാതിരിക്കാൻ സദഖ നൽകണേ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലല്ലേ. മാരകമായ രോഗം വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ ടാബ്ലറ്റുകളും ഗുളികകളും കഴിക്കുന്നതിന് പകരം നമ്മൾ രോഗം വരാതെ സൂക്ഷിക്കലാണ് ഉത്തമം. അതുകൊണ്ട് എന്തെങ്കിലും സദഖകൾ നൽകിയിട്ട്, 1000 നൽകിയിട്ട്, 10000 നൽകിയിട്ട്, 500 നൽകിയിട്ട്, രോഗം വന്നാൽ സ്വതക്ക നൽകി ചികിത്സിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്റെ സുഹൃത്തായ നൗഷാദ് എന്ന് പറയുന്ന ബദിയടുക്കയിലെ നൗഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അവന്റെ ഉപ്പാക്ക് സുഖമില്ല, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ശിഫ നൽകട്ടെ. നല്ലൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന്റെ പിതാവ് പരിചയമുള്ള ഒരാളാണ്. അല്ലാഹു ആ സഹോദരന് പൂർണ്ണമായി ശിഫ നൽകി ആരോഗ്യം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ സ്വതക്ക വലിയൊരു ആയുധമാണ്. എന്തിന്? രോഗത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ. 4 തിലാവത്തുൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടാവില്ല. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ. ഖുർആനിൽ നിന്ന് ഞാൻ ഇറക്കിയത് ജനങ്ങൾക്ക് ശമനമാണ്. രോഗമുണ്ടോ ഖുർആൻ എടുത്തോത്, രോഗമുണ്ടോ ഖുർആൻ എടുത്തോത്. ആഴ്ചയിൽ ഒരു ഖത്തം തീർക്ക്, നിന്റെ രോഗം പമ്പ കൊടുക്കും. മിനിമം ഒരു ജുസ് എങ്കിലും ഒരു ദിവസത്തിൽ പാരായണം ചെയ്തിട്ട് ഒരു മാസത്തിൽ ഒരു ഖത്തമെങ്കിലും പാരായണം ചെയ്യണം. ഇത് പാരായണം ചെയ്യാതെ ഒരു ദിവസം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തരുത്. പ്രത്യേകമായി ശ്രദ്ധിക്കുക, പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി ഹിജാബൻ മസ്തൂറാ. ഈ പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ നിന്റെയും ശത്രുവിന്റെയും ഇടയിൽ അല്ലാഹു ഒരു ഹിഡൻ സ്ക്രീൻ ഇട്ട് തരും, ഒരു മറയിട്ട് തരും. നിന്നെ ആക്രമിക്കാൻ വന്നാൽ, നിന്നെ അടിക്കാൻ വന്നാൽ, നിനക്ക് സിഹ്ർ വെച്ചാൽ, നിനക്ക് കണ്ണേറ് വെച്ചാൽ, നിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ, നിരന്തരമായി ഖുർആൻ ഓതുന്ന ആളാണെങ്കിൽ ഹിജാബൻ മസ്തൂറ, ഒരു ഹിഡൻ സ്ക്രീൻ നിന്റെയും നിന്റെ ശത്രുവിന്റെയും ഇടയിലിടും. അവൻ ആക്രമിക്കാൻ പറ്റൂല. അവന്റെ സിഹ്ർ വന്ന സ്പീഡിൽ പന്തെറിയുന്നത് പോലെ തിരിച്ചു പോകും. അതുകൊണ്ട് ഖുർആൻ തൗഫീഖ് ചെയ്യട്ടെ. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ. നമ്മൾക്ക് ശിഫയും അതുപോലെ കാരുണ്യവും ലഭിക്കുന്നത് ഖുർആൻ ഓതുമ്പോഴാണ്. 4 കാര്യം കൊണ്ട് അപകടങ്ങളെ ചെറുക്കുക. 1 ദുആ, 2 നിസ്കാരം, 3 സ്വതക്ക, 4 ഖുർആൻ. ഖുർആൻ ജീവിതത്തിൽ പതിവാക്കുക. മഹാനായ ബാഫക്കി തങ്ങളുടെ കാറിലുണ്ടായിരുന്നത് ടിഷ്യൂ പേപ്പർ ആയിരുന്നില്ല. നമ്മളെ വണ്ടിയിൽ ആകെ കാണുന്ന ടിഷ്യൂവിന്റെ ബോക്സ് കാണും, പിന്നെ സ്പ്രേ കാണും,
പിന്നെന്തും കാണൂല. ബാഫക്കി തങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്നത് ഒരു കഫം പുടയും അതോടൊപ്പം ഒരു ഖുർആനുമായിരുന്നു. നമ്മൾക്ക് നേതൃത്വം നൽകി ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയ ഒരു മഹാനാണ്. രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ട്, ഒരുപാട് തിരക്കൊക്കെ ഉണ്ടാകും. എന്നാലും ഒരു ജുസ്ഉ ഖുർആൻ ജീവിതത്തിൽ ഓതാതെ, ഒരു ദിവസം ഓതാതെ നമ്മൾ ഇന്ന് ഇവിടെ